ഇത് നമ്മൾ ഒരു കറിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉരുളൻകിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ വീടുകളിലേക്ക് മിക്കപ്പോഴും ഉരുളൻകിഴങ്ങ് കറി ഉണ്ടാക്കാറുള്ള ഒരു കറിയാണ്. കാരണം പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയാണല്ലോ. ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെയൊക്കെയും നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു കറിയായിരിക്കും ഈ ഉരുളൻകിഴങ്ങ് കറി. പക്ഷെ നമ്മൾ ഈ കറി ഹോട്ടലിലേക്ക് പോയിട്ട് നമ്മൾ ചപ്പാത്തി അല്ലെങ്കിൽ പൂരിയൊക്കെ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് പൂരിയൊക്കെ കഴിക്കുമ്പോൾ അവർ ഒരു ഉരുളൻകിഴങ്ങ് കറി തരും. ആ കറിക്ക് ഒരു പ്രത്യേക ഒരു കൊഴുപ്പും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ അതേപോലെ ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ആ കൊഴുപ്പിൻ്റെ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. അതിലേക്ക് അവർ ഒരു സാധനം കൂടിയിട്ട് ചേർത്തിട്ടാണ് ആ കറി റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സാധനം കൂടി ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇത് റെഡിയാക്കിയിട്ട് എടുക്കാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയാണ്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ മിയാ കിച്ചണിൽ അവിടെ എന്താ അങ്ങനെ നോക്കിയത്. പിന്നെ നമ്മൾ മിയാ കിച്ചണിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീക്കെൻഡ് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്, സമയം കിട്ടുമ്പോൾ കാണാം. പിന്നെ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായത് കപ്പലണ്ടിയും പിന്നെ തേങ്ങയും കൂടി ചേർത്തിട്ട് ഒരു ഉണ്ട ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിനു മുമ്പ് വേറൊരു കറി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കറി കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അത് തക്കാളി അരച്ച് കലക്കി കറി. അത് നിങ്ങൾ കുറേ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞൊരു കറിയാണ്. ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുകയും ചെയ്യുക. ആ കറി ചോറിൻ്റെ കൂടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് പോകും. ഇഡ്ലിയുടെ കൂടെ, ദോശയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ കറിയാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചാൽ ആ വീഡിയോ കൂടിയിട്ട് കണ്ടു നോക്കാം, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് എന്തായിരുന്നാലും നിങ്ങൾക്ക് നല്ല ഇഷ്ടം. അപ്പോൾ ഇത് നമുക്കിട്ട് സമയങ്ങൾ തന്നെ നമ്മുടെ കിഴങ്ങ് കറി, ചില സ്ഥലത്ത് ഉരുളൻകിഴങ്ങ് എന്ന് പറയും, ഞങ്ങളുടെ സൈഡിലേക്ക് ഉരുളൻകിഴങ്ങ് തന്നെയാണ് പറയുന്നത്, ചില സ്ഥലത്ത് കിഴങ്ങെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറി നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാ സാധനങ്ങളും ഇവിടെ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കറി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയ ഉരുളൻകിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഇതൊരു 350 ഗ്രാം ഉരുളൻകിഴങ്ങുണ്ട് കേട്ടോ. ഇത്രയ്ക്ക് എടുത്താൽ മതി, ഇതിൽ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഉരുളൻകിഴങ്ങ് നമുക്ക് ഒരുപാട് ആവശ്യമില്ല. ഇത് പുഴുങ്ങിയെടുത്തേക്കാം കേട്ടോ. ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വേവണം കേട്ടോ. പിന്നെ ഇതേപോലത്തെ ഒരു കഷ്ണം ക്യാരറ്റ്. ഈ ക്യാരറ്റ് ആയിരുന്നാലും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ക്യാരറ്റ് ആയിരുന്നാലും ഒരുപാട് ചേർക്കണ്ട, കാരണം കുറേ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു മധുരം വരില്ല. അപ്പോൾ ഇത്രയ്ക്ക് ചേർത്താൽ മതി. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ പീസ് ഞാൻ ഓൾറെഡി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉണങ്ങിയേക്കണ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് ഗ്രീൻ പീസ് ആയിരുന്നാലും ഒരുപാട് ചേർക്കേണ്ടത്. അതാ ഇത്രയ്ക്കാണ് എടുത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ മറ്റേ ഫ്രഷ് ആയിട്ടുള്ള പീസ് കിട്ടില്ല, അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. ഗ്രീൻ പീസ് സാധാരണ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കില്ലേ, അതേപോലെ വേവിച്ച് വെച്ചേക്കുന്നത്. കാരണം സെപ്പറേറ്റ് നമ്മൾ വേവിക്കാണ്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വെന്ത് കിട്ടില്ല. കാരണം അത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കില്ല. അപ്പോൾ ഗ്രീൻ പീസ് ആയിരുന്നാലും ഒരുപാട് എടുക്കണ്ട കേട്ടോ. കാരണം എല്ലാ സാധനങ്ങളും കുറേശ്ശെ മതി. പിന്നെ ഉരുളൻകിഴങ്ങാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. പിന്നെ ഇതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ആയിരുന്നാലും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. കാരണം ഇതിലേക്ക് നമ്മൾ വേറെ എരിവിന് വേണ്ടിയിട്ട് വേറെ ഉണക്കമുളക് ഒന്നും ചേർക്കണില്ല. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയില ചേർക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് കടുക് പൊട്ടിക്കും. അപ്പോൾ കടുകും വേണം. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഉണ്ടല്ലോ, കടലപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകം. കടലപ്പരിപ്പ് നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കണ്ട, പക്ഷെ അതും കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡിയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വലിയൊരു സവോള അത്യാവശ്യം നന്നായിട്ട് വേണം. പിന്നെ നമ്മുടെ കറിയിലേക്ക് കൊഴുപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു സാധനം കൂടിയിട്ട് ചേർക്കണുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം കേട്ടോ, ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇനി കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. ഇത് വെളിച്ചെണ്ണ കേട്ടോ. ഇതിങ്ങനെ അകത്ത് ചെറുതായിട്ട് ഇങ്ങനെ തണുപ്പുണ്ട്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കുന്നത്. ചിന്നത്തൊക്കെ ആവശ്യം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഫസ്റ്റ് കടുക് പൊട്ടിക്കാം. കടുക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്തോട്ടോ. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കടുകിന് ചേർത്തേക്കാം. ചെറിയ ജീരകവും പിന്നെ നമ്മൾ കടലപ്പരിപ്പ് എടുത്ത് വെച്ചില്ലേ, ഇതും കൂടിയിട്ട് ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചോട്ടോ. കാരണം ഈ കടലപ്പരിപ്പ് ആയിരുന്നാലും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. അപ്പോൾ ചെറിയ തീ ഇരുന്നിട്ട് മുരിഞ്ഞ് വരും.
ആ ഒരു കഷ്ണം ഇഞ്ചി കാണിച്ചില്ല, അത് ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ കടലപ്പരിപ്പായിരുന്നാലും നല്ല കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ ഇഞ്ചി ചേർക്കുക. പച്ചമുളക് അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ ആ തക്കാളി അരച്ച് കലക്കി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ആരും എഴുതിയിട്ടുണ്ടായിരുന്നു കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ കറിക്ക് നല്ല എരിവുണ്ടായിരുന്നു. കാരണം ഈയോടെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിലേക്ക് നമ്മൾ ഉണക്കമുളക് അരച്ചിട്ടാണ് ചേർക്കുന്നത്. നമ്മൾ മുളക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അരച്ച് ചേർക്കുമ്പോൾ ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ. എപ്പോൾ കറി ഉണ്ടാക്കുമ്പോഴായിരുന്നു കറിവേപ്പില. ഇതിലേക്ക് നമുക്ക് സവോളയും ചേർക്കാം. ഈ സവോളയുടെ കൂടെ തന്നെ നമുക്ക് ക്യാരറ്റും കൂടിയിട്ട് ചേർക്കാം. കാരണം ക്യാരറ്റ് നമ്മൾ വേവിച്ചിട്ടില്ലല്ലോ. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പം നമ്മൾ ഈ കറിയിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഗ്രീൻ പീസ് കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതാട്ടോ എൻ്റെ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ പൊടിച്ചു കൊണ്ടുവന്നാണ്. ഇതിപ്പോൾ 2 വർഷം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നിറച്ചുണ്ടായിരുന്നു, വേറെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ നാട്ടിലെന്താ പോകാൻ പറ്റാന്നറിയില്ല, പക്ഷെ നല്ല മണം ഉണ്ട് കേട്ടോ. ഞാൻ കറികളിലേക്ക് മഞ്ഞൾപ്പൊടി നന്നായിട്ട് ചേർക്കും. എന്നിട്ട് മഞ്ഞൾ നന്നായിട്ട് മൊരിയിക്കും. അപ്പോൾ ആ മഞ്ഞളുടെ ഒരു പച്ച ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് ഒന്നും വരില്ല. ഈ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഈ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് മഞ്ഞളിൻ്റെ ഒരു പച്ച ഒരു ടേസ്റ്റ് വരും. പിന്നെ ഈ ഗ്രീൻ പീസ് ആയിരുന്നാലും നിങ്ങൾ വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ കുഴഞ്ഞു പോയില്ല, അതേപോലെ വരാണ്ട് എടുക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ കുറവുണ്ട്, ഇച്ചിരി കൂടി വെളിച്ചെണ്ണ ചേർക്കണം. നല്ല മഞ്ഞൾപ്പൊടി ശരിക്കാണ്ട് മൊരിയുള്ളൂ. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ആയിരുന്നാലും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. മഞ്ഞൾ മൊരിഞ്ഞിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചാണ് ഉരുളൻകിഴങ്ങ് ഉണ്ടല്ലോ, ഉരുളൻകിഴങ്ങ് ചേർക്കാം. ഒന്ന് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കണം കേട്ടോ. ഇനി നമ്മുടെ കറിക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ, അപ്പോൾ ഞാനിതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിവിടെ അതാ ഇതേപോലത്തെ നമ്മുടെ സ്റ്റീലിൻ്റെ കപ്പ് ഉണ്ടല്ലോ, ഈ കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നോക്കട്ടെ എന്തോരം വേണമെന്നുള്ളത്, അതനുസരിച്ചിട്ട് 1 കപ്പ് ചേർത്തില്ല, ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. അത് നോക്കിയേ, ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിക്ക് ആയിരുന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് ഒരു കൊഴുപ്പില്ല. ഇതിലേക്ക് നമ്മൾ സീക്രട്ടായിട്ട് ഒന്നും ചേർക്കണം എന്ന് പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് ഒന്നുമില്ല. അതാ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടാവും. ആ കൊഴുപ്പിനൊരു പ്രത്യേകത ഉണ്ടാവും, ഒരു എന്താ പറയുക, നല്ലൊരു ടെക്സ്ചർ കിട്ടും. ഒരുപാട് ചേർക്കരുത്, 1 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട്, ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. ഒട്ടും കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ മൈദ കലക്കി വെച്ചിട്ടില്ലേ, 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ ചേർക്കരുത് കേട്ടോ. ചേർക്കാൻ പോണതിന് മുമ്പ് ഒന്ന് ഇളക്കിക്കോ. ഇതും കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കാം. ചേർത്ത വഴിക്കാനെ ഇളക്കണം കേട്ടോ. ഇപ്പം മൈദയ്ക്ക് വരെ നിങ്ങൾക്ക് കോൺഫ്ലോർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലോറും ചേർക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഉരുളൻകിഴങ്ങ് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇതാകുമ്പോൾ ശരിക്കും നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും. റെസ്റ്റോറൻറ്റിലല്ല കേട്ടോ, ഹോട്ടലിലൊക്കെ പോയിട്ട് നമ്മൾ കഴിക്കില്ലേ, ചെറിയ ചെറിയ ഹോട്ടലിലല്ലേ, അവിടെ പോയിട്ട് കഴിക്കുന്ന ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ചേർക്കാം. മല്ലിയില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മല്ലിയില വാങ്ങാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് കിട്ടണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാണ്ട് ഉണ്ടാക്കും. പക്ഷെ മല്ലിയിലയും കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഇനി നമ്മുടെ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് നേരത്തെ ചേർക്കാം കേട്ടോ, ഞാൻ ചേർക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയില്ല. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കറി ഒന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ നോക്കിക്കേ, കറി ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെ എടുക്കരുത്, എന്നാൽ ഭയങ്കര തിക്കാക്കിയിട്ട് എടുക്കുകയും ചെയ്യരുത്. കുറച്ച് ഇതേപോലെ ഒരു ചെറുതായിട്ട് ഒരു കുറുകിയ ചാറോട് കൂടിയിട്ട് എടുക്കുക. ഇനി നിങ്ങളുടെ കറി എങ്ങാനും ഭയങ്കര വെള്ളം പോലെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് സെപ്പറേറ്റ് കുറച്ചും കൂടി മൈദപ്പൊടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കറിയിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കറി തിളപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ കറി തിക്കായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഇതേപോലത്തെ സ്റ്റീലിൻ്റെ കപ്പിൽ 3/4 കപ്പ് വെള്ളമായിട്ടാണ് ചേർത്തത്. അത് നിങ്ങളൊരു ഏകദേശം അളവിൽ ചേർക്കുക, കാരണം കുറേ വെള്ളം ചേർക്കണ്ട. ഞാനും കുറേ വെള്ളം അങ്ങനെ അറിയാണ്ട് ചേർത്ത് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് പിന്നെ മൈദപ്പൊടി ചേർത്തിട്ട് തിക്കാക്കിയിട്ട് എടുക്കേണ്ടി വരും. കാരണം ഭയങ്കര വെള്ളം പോലെ ഇരുന്നുണ്ടെങ്കിൽ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ഈ കറി നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് പാർത്താം. അപ്പോൾ അങ്ങനെ നമ്മുടെ കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമല്ലേ? അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ കറിയിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ കുറേ വെള്ളം ചേർക്കരുതിട്ട്. പിന്നെ ലാസ്റ്റ് നിങ്ങളുടെ കറി ഇപ്പോൾ ഭയങ്കര വെള്ളം പോലെ ഇരിക്കുകയാണ്, തിക്നെസ് കിട്ടിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ചും കൂടി മൈദപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്തിട്ട് കറി ഒന്നുകൂടി തിളപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ പിന്നെ ഈ കറിയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രീൻ പീസ് നമ്മൾ ചേർത്തല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സമയം തലേദിവസം വേവിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് സമയമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കാണ്ടും ഇത് റെഡിയാക്കിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇത് ഇതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. പക്ഷേ ഉരുളക്കിഴങ്ങ് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചേർക്കരുത് കേട്ടോ. അപ്പോൾ കറി ഭയങ്കര തിക്കായിട്ട് വരും. പക്ഷേ ഇത് 3 കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ശരിക്കും അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടാൻ. അപ്പോൾ കറിയുടെ ടേസ്റ്റ് നോട്ടെ. ഇതിൻ്റെ ഈ ഗ്രേവിക്ക് ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. കഴിച്ചോട്ടെ. ചിലർ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വലത്തെ കയ്യിലേക്ക് ഒഴിച്ചിട്ട് ചെയ്യണം. പക്ഷേ എനിക്ക് അടുത്ത കയ്യിൽ ഒഴിച്ചിട്ട് ശീലം. ഞാത്തേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണ് കൂടുതൽ ഫുള്ളൊന്നുള്ളൂ. പക്ഷെ എനിക്കിങ്ങനെ നോക്കട്ടെ, അങ്ങനെ ഒഴിച്ച് സത്യം പറഞ്ഞാൽ ശീലമില്ലേ. ആ കറിയുടെ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പറയണ്ട, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.